ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എല്ലാവരും വീട്ടിലായിരിക്കും. നമുക്കിന്ന് 1 വീക്ക് നെക്സ്റ്റ് സൺഡേ വരെ നിങ്ങളുടെ കടന്നു പോകുന്ന എനർജി എന്തൊക്കെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. നമുക്ക് ടാരോ കാർഡിനോട് ചോദിച്ചു നോക്കാം. ഞാൻ ഇവിടെ ഡെക്കാണ് എടുത്തിരിക്കുന്നത്. 3 കാർഡ് ഞാൻ എടുക്കാം. 3 കാർഡ് എടുക്കുമ്പോൾ കറക്റ്റ് ഏതൊക്കെ സിറ്റുവേഷനിലേക്ക് കൂടിയാണ് നിങ്ങളുടെ എനർജി പോകുക നമുക്ക് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആക്കി വെക്കുക, സ്റ്റേബിൾ ആക്കി വെക്കുക, ടേക്ക് എ ഡീപ് ബ്രെത്ത്, റിലാക്സ് ആക്കി വെക്കുക. ഇതിൽ ഞാൻ 3 കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നത് മജീഷ്യനാണ്, സെക്കൻഡ് വന്നത് ജഡ്ജ്മെൻ്റാണ്, തേർഡ് വന്നത് ഏസ് ഓഫ് സ്വാർഡാണ് കേട്ടോ. ഈ ഒരു 1 വീക്ക് നിങ്ങൾക്ക് പുതിയ നിറയെ അവസരങ്ങൾ വന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും, നിങ്ങളുടെ മുമ്പിൽ കുറേ അവസരങ്ങൾ വരും. ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ സക്സസ്സിലേക്കും വേണ്ടിയിട്ട് നിറയെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നിറയെ ആശയങ്ങൾ അല്ലെങ്കിൽ നിറയെ അവസരങ്ങൾ എല്ലാം വന്നു ചേരും. കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങളുടെ മുന്നോട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറേ വഴികളും കുറേ ഓപ്ഷൻസും കുറേ അവസരങ്ങളും നിങ്ങൾക്ക് വരും. അതിലൂടെ ഒരു ഉണർവ്, ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഉണർവിനാണ് സൂചിപ്പിക്കുന്നത്. പറയുന്നത് ഒരു പുതിയൊരു ഉണർവ്, ഒരു പുതിയൊരു ആരംഭം, ഒരു പുതിയൊരു തിരിച്ചറിവ്, ഒരു ഉണർവ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന പല ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു ഒരു ഇൻറ്റ്യൂഷൻ കിട്ടും, ഇത് ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ആ ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു നല്ലൊരു തീരുമാനം, നല്ല കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ ഒരു തീരുമാനം നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഏസ് ഓഫ് സ്വാർഡാണ്. അത് പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്, ജോലിയാണ്, യാത്രയാണ്, പിന്നെ പെട്ടെന്നുള്ളൊരു പുതിയൊരു തുടക്കം, ഒരു പുതിയൊരു അനുഭവം, അതൊക്കെയാണ് ഏസ് ഓഫ് സോഡ് വന്നാൽ നമ്മൾ പറയാം. അപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു യാത്രകളോ അല്ലെങ്കിൽ പുതിയ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു എനർജി കൂടി ആയിരിക്കും നിങ്ങൾ പോകാൻ. നിറയെ അവസരങ്ങളുണ്ടാകും. അതിന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു വൈസ്ലി ഡിസിഷൻ എടുത്ത് ആ ഡിസിഷൻ കറക്റ്റായിട്ട് ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് പുതിയ എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ ചെറിയ യാത്രകൾ ജോലി സംബന്ധമായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സ്വാഡ് എന്ന് പറഞ്ഞൊരു ക്വിക്ക് ആക്ഷനാണ് കേട്ടോ. പെട്ടെന്നുള്ള ഒരു ക്വിക്ക് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് കാർഡുകൾ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ കരിയറിന് വേണ്ടി പുതിയൊരു തുടക്കമാവട്ടെ ഈ ഒരു 1 വീക്ക് എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.